അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏതാ? പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏതാ? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഇത് ചൊല്ലുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്ത് ചെയ്യണം? ഒരു സ്വലാത്തും സലാമും പറയണം. അതായത് പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാം. അതിനുശേഷം എന്ത് പറയണം? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെ പള്ളിയിലേക്ക് കയറിയാൽ നമ്മൾ ശേഷം എന്താ ചെയ്യേണ്ടത്? ഇഅ്തികാഫിന് നിയ്യത്ത് നമ്മൾ വെക്കണം. ഇഅ്തികാഫിന് നിയ്യത്ത് എന്ന് എല്ലാവരും പറഞ്ഞേ. നവൈത്തുൽ ഇഅ്തികാഫ എന്ന് പറയരുത്. എന്തേ പറയണ്ടേ? നവൈത്തുൽ ഇഅ്തികാഫ. എന്താണ് നവൈത്തുൽ ഇഅ്തികാഫ? പറഞ്ഞേ. ഇങ്ങനെ നമ്മൾ ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചാൽ, നിയ്യത്ത് വെക്കാന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലല്ലേ? പടച്ചോനെ, ഈ പള്ളിയിൽ അല്ലാഹു തആലക്ക് വേണ്ടി ഇഅ്തികാഫിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കലാണല്ലോ, മനസ്സിൽ നിയ്യത്ത് വെക്കലാണല്ലോ. അങ്ങനെ നമ്മൾ ചെയ്താൽ എന്താ ഗുണം എന്നറിയോ? നമുക്കും നരകത്തിനുമിടയിൽ വലിയതായ ദൂരം അള്ളാഹു സൃഷ്ടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവണ്ട? അപ്പോൾ ഇത് നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? മക്കത്തെ പള്ളി പോകുമ്പോഴും മദീനത്തെ പള്ളി പോകുമ്പോഴും ഒക്കെ ഉംറക്കും ഹജ്ജിനൊക്കെ വേണ്ടി പോകൂലേ? ഫാത്തിമ പോകൂലേ? ഹഫ്സ പോകൂലേ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴൊക്കെ അവിടെ നിയ്യത്ത് വെക്കണം, ഇഅ്തികാഫിന് നിയ്യത്ത് വെക്കണം. മനസ്സിലാവണ്ട? മക്കത്തെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാലുള്ള കൂലി എത്ര? 1,00,000. എത്ര? വയൽക്കരയിലെ പള്ളിയിൽ നിസ്കരിച്ചാലാ? സാധാ പള്ളിയിൽ നിസ്കരിച്ച കൂലിയെ കിട്ടുള്ളൂ. മനസ്സിലാവണ്ടോ? അല്ലാഹു തആല നമുക്ക് പോകാനൊക്കെ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മനസ്സിലാവണ്ട? അപ്പോൾ ഇത് ഈ വിഷയം ക്ലിയർ ആയില്ലേ? നവൈതു ലിഇഅ്തികാഫ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.